സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാവുന്ന പോലെ ഉയർപ്പ് 3-ാം ഞായറിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സഭാമാതാവ് നമുക്ക് നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ആ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ പിതാവായിട്ടുള്ള തോമാസ് ലീഹ ഈശോയോട് പറയുന്നുണ്ട്, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന്. ഈശോ ഉടനെ തന്നെ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. ഒന്നാമതായിട്ട് ഈശോ പറയുന്നത് സത്യമായിട്ടും ഈശോ വഴിയാണ് എന്നാണ്. അതായത് ഇതിലൂടെ ഈശോ നമ്മളോട് പറയുന്നത് ഈശോയുടെ പാത നമ്മൾ പിന്തുടരണം എന്നുള്ളതാണ്. ഈശോ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ഈശോയുടെ പാതയിലൂടെ മുന്നേറാനായിട്ട് നമുക്ക് സാധിച്ചാൽ നിത്യജീവനിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഈശോ നമ്മളോട് പറയാണ്, ഈശോ സത്യമാകുന്നു എന്ന്. അതായത് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിന്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ്. അതായത് എന്തൊക്കെ സംഭവിച്ചാലും സത്യത്തെ കൈവിടാതെ ഈശോയിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ കർത്താവിലേക്ക് എത്താനായിട്ട് സത്യത്തെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ഞാനാകുന്നു ജീവൻ എന്ന്. ലാസറിനെ ഉയർപ്പിക്കുന്ന അവസരത്തിലും ഈശോ പറയുന്നുണ്ട്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനുമെന്ന്. ഒരു ദുഃഖവെള്ളിക്ക് ശേഷം ഈസ്റ്റർ വരുന്നത് പോലെ മാമോദീസായിലൂടെ കർത്താവായ ദൈവം നമുക്കും നിത്യജീവനിലേക്കുള്ള കവാടം തുറന്നിട്ടിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മുടെ ജീവിതം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലെ ടെൻഷൻസ്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വഴി പലപ്പോഴും നമ്മൾ നമ്മുടേതായ വഴികളിൽ നിന്ന് മാറിപ്പോകുന്നു. സത്യത്തിൽ മുറുകെ പിടിക്കുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നിത്യജീവനിലേക്ക് പോകാതെ പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള മായകളിൽ ഒഴുകിപ്പോകുന്നു. ഈശോ പറഞ്ഞതുപോലെ ഈശോയാകുന്ന വഴിയും സത്യവും ജീവനിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടും ആത്മീയമായിട്ട് ഒരുങ്ങാനായിട്ടും പ്രാർത്ഥനാ ജീവിതം നന്നായിട്ട് നയിക്കാനായിട്ടും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ഈ സമയം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.